വെള്ളറടയിൽ കാണാതായ യുവതിയുടേത് കൊലപാതകമെന്ന് തെളിഞ്ഞു. മാവുള്ള സ്വദേശി പ്രിയംവദയെ കൊന്നു കുഴിച്ചുമൂടിയെന്ന പ്രതി വിനോദ്. കേസിൽ വഴിത്തിരിവായത് പ്രതിയുടെ ഭാര്യ മാതാവിന്റെ വെളിപ്പെടുത്തൽ. സാമ്പത്തിക തർക്കമാണ് കൊലയ്ക്ക് കാരണമെന്ന വിനോദിന്റെ മൊഴി. വിനോദ് നൽകാനുള്ള പണം പ്രിയംവദ തിരികെ ചോദിച്ചതാണ് കൊലപാതകത്തിന് കാരണം. കൊലപാതകം സംശയം ചൂണ്ടിക്കാണിച്ച നാട്ടുകാരടക്കം പോലീസിൽ പരാതി നൽകിയിരുന്നു. വിവരങ്ങളുമായി അഞ്ജു ജയപ്രകാശ് ചേരുന്നുണ്ട്. അഞ്ജു, ഒടുവിൽ പ്രതി കുറ്റം സമ്മതിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? അഞ്ജലി, ഞാൻ നിൽക്കുന്നത് ഇപ്പോൾ കാണാതായിട്ടുള്ള കൊലപാതകം നടത്തിയ യുവതിയുടെ വീട്ടിന് തൊട്ടടുത്തായിട്ടാണ്. ഇപ്പോൾ അവിടെ അവരുടെ ബന്ധുക്കളും കുടുംബാംഗങ്ങളും ഒക്കെ നിൽക്കുന്നത് കാണാൻ സാധിക്കും. ഈ വീട്ടിൻ്റെ ഒരു മതിൽ വ്യത്യാസം മാത്രമേ ഉള്ളൂ അയൽവാസിയായിട്ടുള്ള വിനോദിൻ്റെ വീട്ടിലേക്ക്. ഈ 12-ാം തീയതിയാണ് ഈ പ്രിയംവദയെ കാണാതാവുന്നത്. ഈ കശുവണ്ടി ഫാക്ടറിയിൽ ജോലി ചെയ്ത് വരികയായിരുന്നു പ്രിയംവദ. എല്ലാ ദിവസവും 6 മണിയോടുകൂടി തന്നെ യുവതി വീട്ടിലേക്ക് തിരിച്ചെത്താറുണ്ടായിരുന്നു. പക്ഷേ 12-ാം തീയതി വൈകിട്ട് 6 മണി കഴിഞ്ഞിട്ടും കാണാത്തതിനെ തുടർന്ന് ബന്ധുക്കൾ ഈ യുവതിയെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. തുടരെ ഫോണിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴും ഫോണ് സ്വിച്ച് ഓഫിൽ തന്നെ തുടർന്നതിന് പിന്നാടെയാണ് ഇവർ പോലീസിനെ വിവരം അറിയിക്കുകയും ഇത്തരത്തിൽ കാണാതായി എന്നൊരു പരാതി പോലീസിൽ നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. പോലീസ് കൃത്യമായി അന്വേഷണം നടത്തി. ആ അന്വേഷണത്തിനൊടുവിൽ സൈബർ സെൽ ഉൾപ്പെടെ ഈ ഫോണിൻ്റെ അവസാന ടവർ ലൊക്കേഷൻ എവിടെയാണെന്ന് നോക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ വീടിൻ്റെ പരിസരത്തായിട്ട് തന്നെ, അതായത് ഈ പനച്ചമൂട് ഭാഗത്തായിട്ട് തന്നെ ടവർ ലൊക്കേഷൻ കാണിക്കുന്നുണ്ടായിരുന്നത്. പിന്നാടെ പോലീസ് അന്വേഷണം നടത്തിയിട്ടുണ്ടായിരുന്നെങ്കിലും വ്യക്തമായൊരു തെളിവ് ലഭിച്ചിട്ടുണ്ടായില്ല. പക്ഷേ കഴിഞ്ഞ ദിവസമാണ് ഈ വിനോദിൻ്റെ വീട്ടിലെ കുഞ്ഞുങ്ങൾ കട്ടിനടിയിൽ ചാക്കിൽ രക്തക്കറയും ഒപ്പം തന്നെ കാലുൾപ്പെടെ കണ്ടു എന്നൊരു കാര്യം മുത്തശ്ശിയോട് പറയുന്നത്. ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഈ വിവരം മുത്തശ്ശിയോട് തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ രാത്രി കിടക്കാൻ നേരമായതിനാൽ തന്നെ രാവിലെ ഇക്കാര്യം പരിശോധിക്കാം എന്ന നിലയിൽ മുത്തശ്ശി കുഞ്ഞുങ്ങളും ഇവിടെ കിടന്നിരുന്നു. വിനോദിൻ്റെ വീട്ടിൽ നിലവിൽ വിനോദിൻ്റെ 2 കുട്ടികളും ഒപ്പം തന്നെ അവരുടെ മുത്തശ്ശി ഉൾപ്പെടെയാണ് താമസിക്കുന്നത്. വിനോദിൻ്റെ ഭാര്യ ഗൾഫിലാണ് താമസിക്കുന്നത്. അവിടെയാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ നിലവിലിപ്പോൾ ഈ സംഭവം ഇന്നലെ രാത്രി പറഞ്ഞതിന് പിന്നാലെ തന്നെ ഇവർ രാവിലെയോടുകൂടി പള്ളിയിലേക്ക് പോവുകയാണ്. പള്ളിയിൽ അച്ഛനോട് ഈ വിവരം പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ വിദേശത്തുള്ള ഈ വിനോദിൻ്റെ ഭാര്യ ഈ വിവരം വിളിച്ചറിയിക്കുന്നു. പിന്നാലെ തന്നെ പള്ളിയിൽ അച്ഛൻ ഇത് പോലീസിനെ അറിയിക്കുന്നു. അത്തരത്തിലാണ് പോലീസ് ഈ കാര്യം കുട്ടികളോട് ചോദിച്ചറിയാൻ തീരുമാനിക്കുന്നത്. അങ്ങനെ കുട്ടികളോട് കണ്ട കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ചറിഞ്ഞപ്പോഴാണ് മുറിയിൽ ഇത്തരത്തിൽ ചാക്കിൽ ഒരു കാലുകൾ കാണുന്ന വിധത്തിൽ ചില കാര്യങ്ങൾ കണ്ടു എന്ന് കുട്ടികൾ ഈ പോലീസിനോട് മൊഴി നൽകിയിട്ടുണ്ടായിരുന്നത്. പിന്നീട് പോലീസ് പരിശോധിക്കാനായിട്ട് വിനോദിൻ്റെ ഈ വീട്ട് പരിസരത്തേക്ക് എത്തുകയായിരുന്നു. പോലീസ് എത്തുമ്പോൾ കണ്ട കാഴ്ച എന്ന് പറയുന്നത് ഈ പ്രതി വിനോദ് ഈ വീട് മുഴുവൻ കഴുകി വൃത്തിയാക്കുകയാണ്. ആ സമയത്ത് വിനോദിനൊപ്പം വിനോദിൻ്റെ സഹോദരൻ സന്തോഷ് കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പോലീസ് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ച ഘട്ടത്തിലാണ് തന്നെ രാവിലെയോടുകൂടി ഈ വിനോദാണ് ഈ വീട് വൃത്തിയാക്കാൻ വേണ്ടി വിളിച്ചു വരുത്തിയത് എന്ന സന്തോഷ് പോലീസിനോട് പറഞ്ഞത്. മറ്റു കാര്യങ്ങളൊന്നും തനിക്കറിയില്ലെന്നും തനിക്കിതിൽ പങ്കില്ലെന്നും സന്തോഷ് പോലീസിനോട് പറയുന്നത്. പിന്നാലെ വിനോദിനോട് കൂടുതൽ ചോദ്യം ചെയ്ത ഘട്ടത്തിലാണ് ഇത്തരത്തിലൊരു ക്രൂര കൊലപാതകത്തിലേക്ക് കടന്നു എന്ന കാര്യം പോലീസ് അറിയുന്നത്. അങ്ങനെയാണ് വീടിൻ്റെ പുറകുവശത്തായിട്ട് ഈ ആസ്പെറ്റോസ് ഷീറ്റ് ഇട്ട് മറച്ച ഈ ഭാഗത്തായിട്ട് ഈ മൃതദേഹം കുഴിച്ചിട്ടിട്ടുണ്ട് എന്ന് പോലീസിനോട് മൊഴി നൽകിയിരിക്കുന്നത്. പ്രതി നിലവിൽ കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. ഇന്നലെ പുലർച്ചയോടുകൂടിയാണ് മൃതദേഹം കുഴിച്ചിട്ടത് എന്നും പ്രതി പോലീസിനോട് തുറന്ന് സമ്മതിക്കുന്നുണ്ട്. മറ്റ് കാര്യങ്ങളൊക്കെ പോലീസ് ഇപ്പോൾ ചോദിച്ചറിയുന്ന സാഹചര്യം മാത്രമാണുള്ളത്. നിലവിൽ ഇത് യുവതിയിൽ നിന്ന് ചില പൈസ ഉൾപ്പെടെ ഈ പ്രതി വിനോദ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചില പണമിടപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട് എന്നുൾപ്പെടെ പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ മറ്റ് സാമ്പത്തിക പ്രശ്നങ്ങളെക്കുറിച്ചൊന്നും നിലവിൽ ഇപ്പോൾ പോലീസിന് വ്യക്തതയില്ല. പക്ഷേ മറ്റൊരു കാര്യം പോലീസ് പറയുന്നത് ഇങ്ങനെയാണ്. ഈ പ്രതിയായിട്ടുള്ള വിനോദിന് മുൻപ് മറ്റൊരു യുവതിയെ ഉപദ്രവിക്കാൻ ശ്രമിച്ച ഇതിൽ ഒരു പരാതി ഉണ്ടായിരുന്നു. ആ പരാതിയുടെ ഭാഗമായിട്ട്
ഈ പ്രദേശത്തുള്ള ഒരു യുവതി തന്നെയാണ് പരാതി നൽകിയത്. അതിലൊക്കെ അന്വേഷണം നടത്തി വരികയായിരുന്നു. അതിനിടയിൽ തന്നെയാണ് ഇപ്പോൾ മറ്റൊരു പരാതി കാണാതായി എന്ന് പറഞ്ഞിട്ടുള്ളൊരു പരാതി എത്തുന്നു. അതിന് പിന്നാലെ അന്വേഷണം നടക്കുന്നു. ആ അന്വേഷണമാണ് ഇപ്പോൾ ക്രൂര കൊലപാതകത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അയൽവാസിയായിട്ടുള്ള വീട്ടമ്മയെ വെള്ളറടയിൽ കാണാതായ യുവതിയുടേത് കൊലപാതകമെന്ന് തെളിഞ്ഞിരിക്കുകയാണ്.